എല്ലാവരും നമ്മൾ ചോദിക്കാറുണ്ട്, നിങ്ങൾ വീട് എടുക്കുന്ന സമയത്ത് ബുദ്ധിമുട്ട് ഉണ്ടായിട്ടുണ്ടോ, നിങ്ങൾക്ക് ഫിനാൻഷ്യൽ ഇഷ്യൂസ് ഉണ്ടായിട്ടുണ്ടോ, എങ്ങനെയാണ് അല്ലേ? എവിടെ ചെന്നാലും ഒരു വക ആൾക്കാര് എന്തൊക്കെ അറിയണ്ടത്. ഈ വീട് എടുക്കാൻ 1.5 വർഷമേ ആയിട്ടുള്ളൂ. പക്ഷേങ്കിൽ സ്ഥലം കിട്ടാൻ വേണ്ടിട്ട് നമ്മൾ ഓൾമോസ്റ്റ് 1 year. നമുക്ക് ഇഷ്ടപ്പെടുന്ന സ്ഥലം കിട്ടുന്നില്ല, നമ്മുടെ റേഞ്ചിനില്ല, ബജറ്റിലുള്ള സ്ഥലം കിട്ടുന്നില്ല, ഓരോരോ കഷ്ടപ്പാടുകള്. അങ്ങനെ ഇങ്ങനെ പറഞ്ഞ കുറെ ആൾക്കാർ ചോദിക്കാൻ എന്താ നിങ്ങൾക്ക്, നിങ്ങളിപ്പോ ആരെടുത്തെങ്കിലും പോയി കാണ്, ഏതെങ്കിലും അസ്ട്രോളജറിനെ കാണ്, അല്ലെങ്കിൽ ഏതെങ്കിലും അമ്പലത്തിൽ പോ. അയ്യോ അത് പിന്നെ അങ്ങനെയാണല്ലോ. അന്ധവിശ്വാസം എന്നൊക്കെ പറയുകയാണെങ്കിലും എനിക്ക് ഫോളോ ചെയ്യാൻ ഇഷ്ടമുള്ള ഒരാളാണ്. അതത്ര നിസ്സാരമായി കാണുമൊന്നും വേണ്ട. നിക്ക് ഏത് റൂട്ടിലേക്കാ വണ്ടി തിരിക്കണേന്ന് എനിക്കിപ്പോ മനസ്സിലായി. എന്നെ പോസിറ്റീവ് ആക്കുന്നുണ്ടെങ്കിൽ ഓഫ് കോഴ്സ് ഞാനത് ഫോളോ ചെയ്തിരിക്കും. ആരാടാ നിന്നെ ഈ ദുശീലങ്ങളൊക്കെ പഠിപ്പിച്ചത്? അങ്ങനെ ഒരു ദിവസം നമ്മുടെ അമ്മ എന്നെ പറഞ്ഞു, എന്തെങ്കിലും നിങ്ങൾ നോക്കണം. എഡ്യൂക്കേഷൻ തീരല്ലാത്തോണ്ടാ. ആദ്യം എനിക്കൊന്നും വിശ്വാസം ഉണ്ടായില്ല. ഇതുപോലെ എന്തൊക്കെ അന്ധവിശ്വാസങ്ങൾ കേട്ടിരിക്കണു. നമ്മൾ ആസ്ട്രോ ടോക്കില് അഖില എന്ന് പറയുന്ന ഒരു കുട്ടീനെ, ഒരു മാഡത്തെ നമ്മൾ പരിചയപ്പെട്ടു കേട്ടോ. നമ്മൾ വല്ലാത്തൊരു കുടുക്കിലാ കുടുങ്ങി പോയി, നമ്മളെ കൈ വെടിയരുത്. ഞാൻ ആസ്ട്രോ ടോക്ക് പോയിട്ട് അഖിലനോട് സംസാരിച്ച് നമ്മുടെ ഈ പ്രശ്നങ്ങൾ മൊത്തം പറഞ്ഞു. വെരി ഗുഡ്. അപ്പൊ പ്രശ്നമല്ല സോൾവ് ആയി കാണും അല്ലേ? പിന്നെ ലോണിന്റെ ഇഷ്യൂസ്, നമുക്കൊന്നും സ്ഥലം ശരിയാകുന്നില്ല, ഇഷ്ടപ്പെടുന്നത് കിട്ടുന്നില്ല. ടിപ്പിക്കൽ മലയാളി പിള്ളേര്. അഖില നമ്മളോട് കുറെ സംസാരിച്ചതിന് ശേഷം നമുക്ക് കുറച്ച് റെമഡീസ് കാര്യങ്ങളൊക്കെ പറയും, ഇങ്ങനെയൊക്കെ ചെയ്യണം, ഇങ്ങനെ ചെയ്യണം, അത് ചെയ്യണം, ഇത് ചെയ്യണം. ഇതുപോലെ ഇല്ലാത്ത സാധനത്തിന്റെ പിന്നാലെ ആൾക്കാർ മുഴുവൻ ലിസ്റ്റ് അങ്ങനെ തന്നു. നമ്മളിത് അതൊക്കെ ഫോളോ ചെയ്യാൻ തുടങ്ങി അല്ലേ? അത്രയ്ക്കും അതപതിച്ചോടാ നീ. നമ്മളത് ഫോളോ ചെയ്യാൻ തുടങ്ങി തന്നെ നമുക്ക് ചെറിയ ചെറിയ മാറ്റങ്ങളൊക്കെ വരാൻ തുടങ്ങി. ആക്ച്വലി അതെ, തമാശയല്ല, കാര്യമായിട്ട് തന്നെ പറഞ്ഞതാ. ഒരു വീട് വെച്ചതുമായിട്ട് കണക്ട് ചെയ്ത് നൈസായിട്ട് ഈ സാധനം പ്രൊമോഷൻ ചെയ്ത് വിറ്റ്. ബുദ്ധിമാനായിക്കോ, പക്ഷെ മറ്റുള്ളവർ ഞങ്ങൾ വെറും മണ്ടന്മാരായി കളയരുത് കേട്ടാ. ഒക്ടോബർ അവര് പറഞ്ഞു, ഈ ഒക്ടോബർ നവംബർ ടൈം ആകുമ്പോഴത്തേക്ക് നിങ്ങൾ ഉദ്ദേശിച്ച സാധനം നിങ്ങൾക്ക് കിട്ടും. വണ്ടർഫുൾ വണ്ടർഫുൾ. കറക്റ്റ് നമ്മള് ഒക്ടോബർ ആകുമ്പോൾ തന്നെ നമുക്ക് ഇപ്പോൾ ഈ ഒരു സ്ഥലം കിട്ടി കേട്ടോ. ഞാൻ വിശ്വസിക്കില്ല, നടക്കാത്ത സംഗതി വിളിച്ചു പറഞ്ഞു വെറുതെ നാറണ്ട. പിന്നെ മൊത്തം അതൊരു എന്താ പറയുക, ഒരു ഫ്ലോ പോലെ വന്നു നമ്മുടെ ലൈഫില്. എങ്ങനെയുണ്ട് എന്റെ ട്രീറ്റ്മെന്റ്? അയ്യോ മൊയിലാളി ആര് എല്ലാം നമുക്ക് വേണ്ട സാധനങ്ങൾ നമ്മളിലേക്ക് എങ്ങനെയോ എത്തിച്ചേർന്നത് പറഞ്ഞതുപോലെ. വിട്ടിട്ടാൻ പറയാൻ അച്ഛൻകുട്ടി കോമൺ സെൻസ് ഉണ്ടെങ്കിൽ നിങ്ങൾ ഒന്ന് ചിന്തിച്ചു നോക്കുക. അല്ല, അഖില പറഞ്ഞിരുന്നു, നിങ്ങൾ തിരക്ക് കൂട്ടണ്ട, വിഷമിക്കണ്ട, ടെൻഷൻ അടിക്കണ്ട, എല്ലാം ഇതേ പോലെ വരും. വിശ്വാസം വരുന്നില്ലല്ലേ? പക്ഷെ ആക്ച്വലി ഞാൻ ഞെട്ടിപ്പോയി. ഇതെന്തൊരു അത്ഭുതം. ജോത്സ്യനോട് സംസാരിച്ചതിന് ശേഷമാണ് വീടിന്റെ സ്ഥലം റെഡി ആയത് എന്നുള്ള എനിക്കത് വിശ്വസിക്കാൻ പറ്റുന്നില്ല. എന്നോട് ആരെങ്കിലും കെട്ടിയെടുക്കാൻ പറഞ്ഞ നമ്മള് എങ്ങനെയോ അങ്ങനെ അതേപോലെ ആള് പറഞ്ഞതുപോലെ തന്നെ നടന്നു. ആകെ ഒരു ദുരന്ത കഥയാണ്. ഇത് പ്രൊമോട്ട് ചെയ്തോട്ടെ, വിശ്വസിക്കുന്നവർ വിശ്വസിച്ചു. ഞങ്ങൾ പറഞ്ഞതേ ഉള്ളൂ, നിരാകരിക്കാം, സ്വീകരിക്കാം.